ഈ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടതുകൊണ്ടാണ് നിങ്ങളിത് ഓപ്പൺ ചെയ്തത് അല്ലേ? വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഡിസൈനർ ആയിരിക്കുമല്ലോ. നിങ്ങളുടെ ക്രിയേറ്റീവ് മൈൻഡിൽ വരുന്നൊരു ഐഡിയ ഒരു യഥാർത്ഥ ആപ്പായിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുക്കും നിങ്ങൾ? വേറൊരു ചിത്രമല്ല, ഒരു വയർ ഫ്രെയിമല്ല, കംപ്ലീറ്റ് ആയിട്ടുള്ള ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഡിസൈൻ എത്ര സമയം എടുക്കും? ഒരു സാധാരണ ഡിസൈനർക്ക് ചിലപ്പോൾ 2, 3, 4 ദിവസമൊക്കെ അടിക്കേണ്ടി വരും. പിന്നെ അത് ഡെവലപ്പറിന് കൈമാറി ഡെവലപ്പറിന് അത് ആഴ്ചകളുണ്ട് അവർ കംപ്ലീറ്റ് ചെയ്യും. എന്നാൽ ഗൂഗിൾ സ്റ്റിച്ച് ഇത് വെറും മിനിറ്റുകൾക്കുള്ളിൽ ചെയ്തു തീർക്കും. ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ പല ഡിസൈനർമാർക്കും ഡെവലപ്പർമാർക്കും ഇങ്ങനെ ഒരു ടൂൾ ഉള്ളതായിട്ട് അറിയത്തില്ല. ഈ വീഡിയോ അവസാനിക്കാൻ പോയി നിങ്ങളത് കൃത്യമായി പഠിക്കും. അതിനുശേഷം ആപ്പുകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന രീതി തന്നെ പൂർണ്ണമായി മാറും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം നമുക്ക് ഈ ടൂള് അക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് ഇവിടെ ഗൂഗിൾ സ്റ്റിച്ച് എന്ന് ടൈപ്പ് ചെയ്യുക. ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ആദ്യം ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യാൻ വേണ്ടി ആദ്യം ഇവിടെ ട്രൈ നൗ കൊടുത്താൽ മതി. ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും, ഇവിടെ നമ്മുടെ ജിമെയിലിലെ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗൂഗിൾ സ്റ്റിച്ചിൻ്റെ ഇൻ്റർഫേസ് കാണാം. ഇത് നീറ്റും ക്ലീൻ ആയിട്ടുള്ള ഇൻ്റർഫേസാണ്. ഒരുപാട് ടൂൾസോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല. സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു ഡിസൈൻ അറിഞ്ഞുകൂടാത്തവർക്ക് വരെ ഇത് വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിലൊന്ന് വെച്ചിട്ട് ഫസ്റ്റ് കാണിക്കുന്ന ലെഫ്റ്റ് പാനൽ കണ്ടോ? ഇതിൽ നമ്മൾ വർക്ക് ചെയ്ത റീസെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ വന്ന് കിടക്കും. അതിൽ മൈ പ്രോജക്റ്റ് കൊണ്ട് ഷെയർ വിത്ത് മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും പ്രോജക്റ്റ് നമ്മളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മൈ പ്രോജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങളിലൂടെ അതിന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്കിവിടെ അതിനുശേഷം നമുക്കിവിടെ ഒരു സെർച്ച് പ്രോജക്റ്റ് ഉണ്ട്. സെർച്ച് പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫയൽ നെയിം മാത്രം ഇവിടെ അടിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഇവിടെ ഹോം എന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഹോമുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോജക്റ്റ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിവിടെ പെട്ടെന്ന് നമുക്കിവിടെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി എൻ്റെ മെയിൻ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു സ്ക്രീൻ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ പ്രോംപ്റ്റ് ഏരിയ. ഇവിടെയാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കാനുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു പ്ലസ് ചിഹ്നമുണ്ട്. ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫയൽ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റിൻ്റെ URL നമുക്കിവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്കിവിടെ വന്നത് ഡിസൈൻ സിസ്റ്റത്തിൻ്റെ ഒരു ഏത് മോഡലിലാണ് നമുക്ക് ഡിസൈൻ ജനറേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ കുറച്ച് ഓപ്ഷൻസാണ്. ഞാനിവിടെ 3 ഫ്ലാഷാണ് ഇവിടെ തൽക്കാലം സെലക്ട് ചെയ്യണത്. പിന്നെ ഇവിടെ നമുക്കൊരു മൈക്കിൻ്റെ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ഈ ഐക്കൺ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ചുമായിട്ട് കോൺവെർസേഷൻ ചെയ്ത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് 2 ഐക്കൺ കാണിക്കുന്നുണ്ടോ? ആപ്പും ഉണ്ട്, വെബും ഉണ്ട്. ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആപ്പിൻ്റെ ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. അടുത്ത വെബ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഇനി താഴെ കുറച്ച് നമുക്ക് ഡീഫോൾട്ടായിട്ടുള്ള പ്രോംപ്റ്റ് ഉണ്ട്. ഇതിന് നമുക്ക് ഏത് പ്രോംപ്റ്റ് വേണോ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോംപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് ഡിസൈൻ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് നമുക്ക് എക്സാമ്പിളായിട്ട് തന്നിരിക്കുകയാണ്. നമുക്ക് പ്രോംപ്റ്റിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ല, നമ്മളൊരു ബിഗിനറാണ്. അവർക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു എക്സാമ്പിൾ സ്റ്റിച്ച് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള പ്രോംപ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ക്രിയേറ്റ് എ ലാൻഡിംഗ് പേജ് ഓഫ് കേരള ടൂറിസം വിത്ത് CTA ബട്ടൺ. അതിനുശേഷം നമ്മളിവിടെ ജനറേറ്റ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയമെടുക്കും, നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ആദ്യം സ്റ്റിച്ച് ജനറേറ്റ് ചെയ്യുന്ന ഡിസൈൻ ഒരു ഡിസൈൻ സിസ്റ്റമാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നത്. അതിൽ പ്രൈമറി, സെക്കൻഡറി, ടെറിട്ടറി, ന്യൂട്രൽ ഈ 3 കളറും അതിൽ കാണും. അപ്പോൾ അതുകൂടാതെ നമ്മൾ ടൈപ്പോഗ്രാഫി, ഹെഡ്ലൈൻ, ബോഡി ആൻഡ് ലേബിൾ, പിന്നെ ബട്ടൺസ്, പ്രോഗ്രസീവ് ബാർ, ഐക്കൺസ്, ടെക്സ്റ്റ് ഫീൽഡ് എല്ലാം നമുക്ക് ഡിസൈൻ സിസ്റ്റത്തിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ക്രിയേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ നമ്മൾ ഡിസൈൻ തന്നെ ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, നീറ്റ് ക്ലീൻ ആയിട്ടുള്ള ഡിസൈൻ നമുക്ക്
ക്രിയേറ്റ് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് തന്നെ നമുക്ക് ഫോട്ടോസ് ഇൻസേർട്ട് ചെയ്ത് തരും, കണ്ടൻറ് ഇൻസേർട്ട് ചെയ്ത് തരും, പിന്നെ മൈക്രോ കോപ്പി ഇൻസേർട്ട് ചെയ്ത് തരും, എല്ലാം നമുക്ക് ചെയ്ത് തരും. ഓക്കെ, ഈ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലല്ല, നമുക്കൊരു ഡ്രാഫ്റ്റാണ്. ഒരു ഡിസൈനേഴ്സിന് ഒരു ഫസ്റ്റ് എപ്പോഴും മുമ്പൊക്കെ ഒരു ഡിസൈനേഴ്സിന് എപ്പോഴും ഒരു എംപ്റ്റി സ്പേസിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്കൊരു ഡ്രാഫ്റ്റ് കിട്ടി. നമുക്ക് ഇത് വെച്ച് നമുക്കിനി ഡിസൈൻ മാറ്റാനും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ജനറേറ്റ് കാണാം, മോഡിഫൈ കാണാം, പ്രിവ്യൂ കാണാം, പേ മോറുണ്ട്. അതുപോലെ ഇവിടെയും കുറച്ച് ടൂൾസ് ഉണ്ട്. നമുക്ക് ഓരോന്നിൻ്റെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ആദ്യം നമുക്ക് ഈ ടൂൾ പാനൽ നമുക്ക് നോക്കാം. ഓക്കെ, മറ്റുള്ള എല്ലാ ഡിസൈൻ ടൂളിനെ പോലെ തന്നെയാണ് ഈ ഒരു ടൂൾ. ഇത് സെലക്ട് ടൂളാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് നേരത്തെ ഡിസൈൻ അത് ബഗ്ഗായി, അത് എററായി പോയി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ വേറെ ഡിസൈൻ ഇവിടെ ജനറേറ്റ് ആക്കിയിരിക്കുകയാണ്. നമുക്ക് അടുത്ത ടൂൾ എന്ന് വെച്ചാൽ ഇവിടെ പാൻ ടൂളാണ്. നമുക്ക് കൈ വെച്ചത് ഇതുപോലെ നമുക്ക് ഹാൻഡ് ടൂൾ വെച്ച് നമുക്കിതിനെ ഇതുപോലെ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റുള്ള ഡിസൈൻ ടൂളിനെ പോലെ തന്നെയാണ് ഹാൻഡ് ടൂളിൻ്റെ ഉപയോഗം ഇവിടെ അത് തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ സിസ്റ്റം ഒന്ന് മാറ്റി വെക്കാം. ഓക്കെ, നമുക്ക് ആദ്യമേ ഡിസൈൻ ചെയ്യുമ്പോൾ ഡിസൈൻ സിസ്റ്റം ജനറേറ്റ് ചെയ്ത് തരും സ്റ്റിച്ച്. അതിനുശേഷം നമുക്ക് കണ്ടപ്പോൾ ഈ ടൂൾ ബാറിൽ താഴെ design.md അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പ്രൈമറി, സെക്കൻഡറി, ടെറിട്ടറി, ന്യൂട്രൽ കളറെല്ലാം ഇവിടെ കാണിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം പ്രൈമറി കളർ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി സെക്കൻഡറി കളർ ഒന്ന് മാറ്റി കൊടുക്കാം. ടെറിട്ടറി കളർ ഞാൻ മാറ്റി കൊടുക്കുകയാണ്. തൽക്കാലത്തേക്ക് ഞാൻ അതിൻ്റെ ടൈപ്പോഗ്രഫി ഒന്ന് മാറ്റിയാണേ. നോക്കാം എന്ത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അതിനുശേഷം ഇവിടെ ഞാൻ സേവ് കൊടുക്കുന്നു. പിന്നെ കുറച്ച് സമയമെടുത്ത് ഇതിൻ്റെ ഡിസൈൻ ഒന്ന് അപ്ഡേറ്റ് ആയി വരും. അപ്പോൾ നമ്മൾ ഡിസൈൻ സിസ്റ്റത്തിൻ്റെ ഡിസൈൻ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ സ്ക്രീൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡിസൈൻ സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒന്നും കൂടെ നമുക്ക് ഇവിടെ പോയതിന് ശേഷം ഈ ഡിസൈൻ സിസ്റ്റത്തിൽ വന്നതിന് ശേഷം സേവ് ആൻഡ് അപ്ലൈ കൊടുക്കുകയാണേ. നോക്കാം എന്ത് സംഭവിക്കും നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രൈമറി കളർ കണ്ട് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും പ്രൈമറി കളർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഡിസൈൻ വരെ സെക്കൻഡറി കളറും ടെറിട്ടറി കളറും ഒന്നും ഹൈലൈറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ആ കളറൊന്നും വരാത്തത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മുകളിലത്തെ ടൂൾ ബാർ നോക്കാം. ഇവിടെ ഇൻസ്റ്റൻറ്റ് പ്രോട്ടോടൈപ്പ് ഉണ്ട്, വേരിയേഷനുണ്ട്, റീജനറേറ്റ് ഉണ്ട്. ആദ്യം നമുക്ക് ഇവിടെ വേരിയേഷൻ നോക്കാം. വേരിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം ഡിസൈനിന് അടുത്തൊരു ഓപ്ഷൻ അല്ലെങ്കിൽ അടുത്തൊരു വേരിയേഷൻ കിട്ടുന്ന ഒരു ഓപ്ഷനാണിത്. ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെ എത്ര വേരിയേഷൻ ആണെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു 1 വേരിയേഷൻ മാത്രം കൊടുക്കുകയാണ്. ഞാനിവിടെ എക്സ്പ്ലോർ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ജനറേറ്റ് വേരിയേഷൻ കൊടുക്കുകയാണ്. ടൈം എടുക്കുക, നമുക്ക് നോക്കാം. കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഡിസൈനല്ല നമുക്കിവിടെ വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് നല്ല ഡിസൈൻ അല്ല ഇവിടെ കറക്റ്റ് ഡിസൈൻ അല്ല വന്നെങ്കിൽ ഒന്നും കൂടെ നമുക്കിവിടെ ജനറേറ്റ് പോയതിന് ശേഷം റീജനറേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഡിസൈൻ ഉണ്ട് മാറി വരുന്നുണ്ടോ. ഇത് നമുക്ക് അതുപോലെ കൊടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, റീജനറേറ്റ് കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു പേജ് എററായി പോയുണ്ടോ. അത് ഡിസൈൻ ബഗ്ഗാണ്. ഈ ടൂളിൻ്റെ തന്നെ ഡിസൈൻ ബഗ്ഗാണത്. അടുത്ത ടൂളും അതുപോലെ ആയിപ്പോയി. അടുത്ത ഡിസൈനും കറക്റ്റഡായി. ഈ 2 ഡിസൈനും ഇപ്പോൾ കറക്റ്റഡായിപ്പോയി. ഇതൊക്കെ ടൂളിൻ്റെ ബഗ്ഗാണ്. നമ്മളൊന്നും കൂടെ ജനറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നോക്കാം. ജനറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടില്ലേ, നമുക്ക് ഡിസൈൻ കറക്റ്റായി ഇവിടെ വരുന്നുണ്ട്. ഡിസൈൻ്റെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു ബഗ്ഗായിട്ട് ചിലപ്പോൾ അത് എറർ ആവാനും സാധ്യതയുണ്ട്. അത് ഒരു ടൂളിൻ്റെ ഒരു ബഗ്ഗായിട്ട് തന്നെ കണ്ടാൽ മതി. ഇപ്പോൾ ഈ സ്റ്റിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ലെവലാണ്. അത് പതുക്കെ അത് മാറി വരും. അപ്പോൾ നമുക്കിവിടെ 2 പേജ് നമുക്കിവിടെ വന്നിട്ടുണ്ട് അല്ലേ. ചിന്തിച്ച് നോക്കിയാൽ മുമ്പൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി എന്തുമാത്രം സമയം എടുക്കുമായിരുന്നല്ലേ. 2-3 ഓപ്ഷൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വിത്തിൻ മിനിറ്റ്സാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമുക്ക് എന്താ വിത്തിൻ സെക്കൻഡ്സ് കിട്ടും. ഇനി ഈ ഒരു പേജിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ജനറേറ്റ് പോയതിന് ശേഷം പ്രൊഡക്റ്റീവ് ഹീറ്റ് മാപ്പ് എന്ന സംഭവമുണ്ട്.
ഇതെന്ന് വെച്ചാൽ AI വെച്ചിട്ട് യൂസറിൻ്റെ ഐ ട്രാക്കിംഗ് മെഷർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏതിലായിരിക്കും ഫസ്റ്റ് യൂസറിൻ്റെ കണ്ണ് പോകുന്നത്, ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ കിട്ടുന്ന ഏതിലായിരിക്കും എന്നതിനെപ്പറ്റി എന്നതിനെപ്പറ്റി കാണിച്ചു തരുന്ന ഒരു രീതിയാണ് പ്രെഡിക്റ്റീവ് ഹീറ്റ് മാപ്പ്. അത് UXൽ വരുന്ന ഒരു ടൂളാണ്. പ്രെഡിക്റ്റീവ് ഹീറ്റ് മാപ്പ് സെലക്ട് ചെയ്യണം. കുറച്ച് സമയം എടുക്കുക ഡെവലപ്പായി വരാൻ. നമ്മൾ പ്രെഡിക്റ്റീവ് ഹീറ്റ് മാപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളായിരിക്കും യൂസർ ഏറ്റവും കൂടുതലും അട്രാക്റ്റീവായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തതിനെ നമുക്ക് മൊബൈൽ ആപ്പ് വെർഷനിലേക്ക് നമുക്ക് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ആ ജനറേറ്റീവ് പോവുക, മൊബൈൽ ആപ്പ് വെർഷൻ സെലക്ട് ചെയ്യും. നമുക്ക് അതിൻ്റെ മൊബൈൽ വെർഷൻ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ മാനുവലായിട്ട് സെറ്റപ്പ് ചെയ്യണം. ഇനി അടുത്തത് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സിംഗ് സ്റ്റേറ്റ്സ് ആണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഒരു പേജിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്ന കുറച്ച് മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ അത് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നാവിഗേറ്റ് ഡ്രോപ്പ്. ഇതാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹോം പേജിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അതല്ല, നമുക്ക് സെർച്ച് ബട്ടൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെക്ഷൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഹോം പേജിൽ എവിടെയെങ്കിലും ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ആ സമയത്ത് നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കാണുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത് ഒരു എൻക്വയറി ഫോമാണ്. ഇത് നമുക്ക് ഈ ഒരു സൈറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതാണ് ഈ മിസ്സിംഗ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല, ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. ഓക്കെ, ഇത് സാധാരണക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു AI മോഡലാണ്, പക്ഷേ വലിയ ഉപയോഗമാണ്. ഇനി നമുക്ക് ഈ ഒരു ഫയലിനെ ഈ ഒരു പേജിനെ നമുക്ക് ഫിഗ്മയിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ജസ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം ഫിഗ്മ ഓപ്പൺ ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഗ്മയിലേക്ക് നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റും. അതിനായിട്ട് ജസ്റ്റ് ഒരു മോഡ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ടു ഫിഗ്മ കൊടുക്കുക, കൺവേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫയലിനെ നമുക്ക് ഫിഗ്മയിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമുക്കിവിടെ ഫിഗ്മ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അവിടെ കോപ്പി ചെയ്യണം. എന്നിട്ടിവിടെ കൺട്രോൾ പിടിച്ച് പേസ്റ്റ് ചെയ്യണം. നോക്കിയാൽ നമുക്ക് ഫിഗ്മയിൽ ആ ഫയൽ കിട്ടിയിട്ടുണ്ട്. ലെയർ ബൈ ലെയറാണ് ഇടണം, ലെയർ ബൈ ലെയർ. നമുക്കിതിനെ എഡിറ്റ് ചെയ്യാം, എന്തുകൊണ്ട് നമുക്ക് ചെയ്യാം. നോക്കിയാൽ ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടിയിരിക്കുന്നുണ്ടോ, ഓട്ടോ ലൈവോഡിലാണ് നമുക്കിവിടെ ഏത് സെറ്റ് കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ ഓട്ടോ ലൈവോഡ് സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്കിതുപോലെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തത് നോക്കിക്കോണം. നമുക്കിവിടെ ഒരു സ്ക്രീൻഷോട്ടോ നമുക്കൊരു ഫയലോ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏതെങ്കിലും വെബ്സൈറ്റോ ഏതിൻ്റെ എന്നായാലും ഞാനിവിടെ അപ്ലോഡ് ഫയൽ കൊടുക്കുകയാണ്. അതിനുശേഷം ഡൗൺലോഡ്സിൽ പോകുന്നു. ഞാൻ ഈ ഒരു വയർ ഫ്രെയിം ഞാൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നോക്കിക്കോണം. എന്നിട്ട് ഞാൻ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, ക്രിയേറ്റ് അക്കോർഡിംഗ് ടു ദിസ് layout. എന്നിട്ട് എൻ്റർ കൊടുക്കുകയാണ്. നോക്കിക്കോണം എന്ത് സംഭവിക്കാൻ നോക്കിക്കോണം. ഇതിവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ട്. അത് ആ വൈഫൈ റീഡ് ചെയ്ത് നമുക്കിവിടെ നല്ല ഡിസൈൻ തരുമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം അതുപോലെയൊക്കെ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം അതുപോലെയൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എക്സൈറ്റ് ആയിട്ടില്ല. ഇനി അടുത്ത അപ്ഡേഷനിൽ, ഇനി സ്റ്റിച്ചിൻ്റെ അടുത്ത അപ്ഡേഷനിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുമായിരിക്കാം. നമുക്കത് പ്രതീക്ഷിക്കാം. അടുത്തൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്യും. ഈ ലിങ്ക് ഞാൻ ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്യണം. നോക്കണം, വെബ്സൈറ്റ് URL make according to this എന്ന് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ, വേറെ ഒന്നും കൊടുക്കുന്നില്ല.
ഈ സൈറ്റ് ആ ലിങ്ക് വെച്ചിട്ട് നമുക്ക് ആ വെബ്സൈറ്റിൻ്റെ മൊബൈലും വെബ് വെർഷനും നമുക്കിവിടെ റെഡിയാക്കി തന്നിട്ടുണ്ട്. നോക്കിയാൽ മതി. എത്ര മനോഹരമായിട്ടാണ് അല്ലേ, സെറ്റായിട്ടാണ് അവർ ചെയ്തു തന്നിരിക്കുന്നത്. ഇതാണ് ഈ AI-യുടെ ഒരു പ്രത്യേകത. നമുക്ക് ഫസ്റ്റ് ഡ്രാഫ്റ്റ് നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് കിട്ടിയല്ലേ. ഇനി നമുക്ക് ഇത് വെച്ച് സുഖമായിട്ട് നമുക്ക് നല്ല ഡിസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അതിൻ്റെ ഏറ്റവും അടുത്തൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോയിസ് പ്രിവ്യൂ ആണ്. നമുക്ക് നോക്കാം. ഞാൻ ഈ ഡിസൈൻ സെലക്ട് ചെയ്തതിന് ശേഷം പ്രിവ്യൂ ഓൺ ആക്കുകയാണ്. Hey, what are we designing on Kerala Tourism Mobile kayak-inspired layout today? Actually, I need to change this color. Can you do it? Let me take a closer look at the Kerala Tourism Mobile kayak-inspired layout. Just observing the design now. I'm absolutely loving the tranquil color palette. We could take that even further with subtle, organic textures for buttons and search bars to create a truly immersive experience. Yeah, do it. ഞാനിവിടെ വോയിസ് കൂടെയാണ് ഞാനിവിടെ ഈ ഡിസൈൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ആ ഡിസൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. I've updated the interactive elements with those organic textures and sunset gradients. What do you think? ഇതിൻ്റെ കോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കാണാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ മോറിൽ പോവുക, വ്യൂ കോഡ് കൊടുത്താൽ മതി. നമുക്കിതിൻ്റെ കോഡ് നമുക്കിവിടെ കിട്ടും. നിങ്ങൾ ഡെവലപ്പർ ആണെങ്കിൽ നമുക്ക് ഈ കോഡിനെ കോപ്പി ചെയ്യുക. എവിടെയാണോ നിങ്ങൾ ഈ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് കറക്റ്റായിട്ട് ആ കോഡ് കിട്ടും. ഇതിൽ ആവശ്യമുള്ള എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് ഡിസൈൻ പെട്ടെന്ന് നമുക്ക് ലൈവ് ആക്കാൻ വേണ്ടി സാധിക്കും.